ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് കോതമംഗലത്ത് ഊഷ്മള വരവേൽപ്പ് നൽകി. കാതോലിക്കയായി വാഴിക്കപ്പെട്ട ശേഷം ആദ്യത്തെ കുർബാന മാർത്തോമ ചെറിയ പള്ളിയിൽ അർപ്പിച്ചു. മെത്രോപൊലീത്തമാരും വൈദികരും വിശ്വാസികളും ജനപ്രതിനിധികളും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്കയായി വാഴിക്കപ്പെട്ട ശേഷം ആദ്യമായി എത്തിയ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് സ്നേഹോഷ്മളമായ വരവേൽപ്പാണ് മാർത്തോമ ചെറിയ പള്ളിയിൽ ലഭിച്ചത്. വികാരി ഫാദർ ജോസ് തച്ചേത്തുകുടിയുടെ നേതൃത്വത്തിലാണ് ബാവയെ സ്വീകരിച്ചത്. എൽദോമാർ ബസേലിയോസ് ബാവയുടെ കബറിങ്കൽ ധൂപ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാന അർപ്പിച്ചു. സ്ഥാനാരോഹണത്തിന് ശേഷമുള്ള ആദ്യത്തെ വിശുദ്ധ കുർബാനയായിരുന്നു ഇത്. നൂറുകണക്കിന് വിശ്വാസികൾ കുർബാനയിൽ പങ്കുകൊണ്ടു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അനുമോദന യോഗവും ഉണ്ടായിരുന്നു. മെത്രാപ്പോലീത്തമാരായ ഏലിയാസ് മാർ യൂലിയോസ്, മാത്യൂസ് മാർ തിമോത്തിയോസ്, മാർക്കോസ് മാർ ക്രിസ്റ്റോഫോറസ്, ഡീൻ കുര്യാക്കോസ് MP, ആന്റണി ജോൺ MLA, എൽദോസ് കുന്നപ്പിള്ളി MLA, TU കുരുവിള, KK ടോമി, AG ജോർജ് തുടങ്ങിയവരും നിരവധി വൈദികരും ചടങ്ങിൽ പങ്കെടുത്തു. ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടയനായി ഈ നാടിന് എല്ലാ അർത്ഥത്തിലും ആശ്വാസ കവചമായി വളരെ നാളുകളായി നമുക്കെല്ലാവർക്കും മുമ്പിലുണ്ട്. അഭിനയനായ തോമസ് ബാവയുടെ ദേവതയോട് എല്ലാ അർത്ഥത്തിലും വലിയ ദുഃഖമാണ് നമുക്ക് ഉണ്ടായത്. അതിൻ്റെ പേരിൽ അനാഥ ബോധം നമുക്കുണ്ടായി. എന്നാൽ ഇപ്പോഴും ഇപ്പോഴും ചെറിയ പള്ളിയുടെ സ്നേഹോപഹാരമായി അംശവടിയും സ്ലീബായും സ്വർണമാലയും സമർപ്പിച്ചു. സഭയിൽ ശാശ്വത സമാധാനം കൈവരിക്കുന്നതിനുള്ള എല്ലാ പരിശ്രമങ്ങളും തുടരുമെന്ന് ശ്രേഷ്ഠ ബാവ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ഇവിടെയുള്ള സഭാ ശുശ്രൂഷ എല്ലാ വിധത്തിലുള്ള ചെയ്യുന്ന അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നഗരയിലെ സഭാ ശുശ്രൂഷ നടത്തുന്നതിന് വേണ്ടിയാണ് നിശ്ചയമായും സഭ വലിയ പ്രതിസന്ധികളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ വലിയ പ്രതീക്ഷയും പ്രത്യാശയും ദൈവത്തിന് അനുഭവിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ദൈവത്തിന്റെ സഭയിലുള്ളവരെയും നമുക്ക് ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായെങ്കിലും കൂടി അതിനെല്ലാം അതിജീവിച്ച് സഭയിലുള്ളവരെയുമാണ് ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയും പരിശുദ്ധ നമുക്ക് വേണ്ടി ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പ്രവർത്തനത്തിൽ നോക്കുന്ന ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചത്. സ്വീകരണ പരിപാടികൾക്ക് വികാരി ഫാദർ ജോസ് തച്ചേത്തുകുടിയും സഹവികാരിമാരും ട്രസ്റ്റിമാരായ KK ജോസഫ്,
എബി ചേലാട്ട് എന്നിവരും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഭക്ത സംഘടനാ യൂണിറ്റ് പ്രവർത്തകരും നേതൃത്വം നൽകി. GTV ന്യൂസ് കോതമംഗലം.